ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം, ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ വിവിധ സ്ഥലങ്ങളിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കാൻ ഗതാഗത ക്രമീകരണ യോഗത്തിൽ തീരുമാനമായി. തുടർച്ചയായി അപകടങ്ങളുണ്ടാകുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ 3 സ്ഥലങ്ങളിലാണ് പാതയ്ക്ക് കുറുകെ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ച് വാഹനങ്ങളുടെ വേഗം നിയന്ത്രിക്കാൻ തീരുമാനിച്ചത്. കണ്ണിയമ്പുറം, 19-ാം മൈൽ, പാലപ്പുറം എന്നിവിടങ്ങളിലാണ് ക്രമീകരണം ഒരുക്കുക. തുടർച്ചയായി അപകടങ്ങൾ നടക്കുന്നത് കണക്കിലെടുത്താണ് വേഗനിയന്ത്രണത്തിന് സംവിധാനം ഏർപ്പെടുത്തുന്നത്. പാലക്കാട് കുളപ്പുള്ളി പാതയിലും ചെർപ്പുളശ്ശേരി റോഡിലും ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ സീബ്ര ലൈനുകൾ ഒരുക്കും. കണ്ണിയമ്പുറം സിവിൽ സ്റ്റേഷൻ റോഡിൽ വാഹനങ്ങളുടെ പാർക്കിംഗ് ഒരു ഭാഗത്ത് മാത്രമാക്കി പരിമിതപ്പെടുത്താനും തീരുമാനമായി. ഇന്ന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടി ഇതിലെടുത്ത തീരുമാനങ്ങൾ ഇവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നടത്തുന്ന വണ്ടി ടെസ്റ്റ് നടത്തുന്നത് അവിടെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അതിന് വേണ്ട ക്രമീകരണം ഏർപ്പെടുത്തണമെന്നും തീരുമാനിച്ചു. അതേപോലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷക്കാർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചന യോഗം നടത്തിയിട്ടുണ്ട്. അവരെ കൂടി കൂട്ടി ഒരു യോഗം നടത്തി അതിൻ്റെ സുഗമമായി നിർത്തുന്നതിന് മറുഭാഗത്ത് നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കും. നഗരത്തിൽ രാവിലെ 8 മുതൽ 11 വരെയും വൈകിട്ട് 3:30 മുതൽ നിർദ്ദേശിച്ച സമയം വരെയും വാഹനങ്ങളിൽ നിന്ന് ചരക്കിറക്കലും കയറ്റലും ഒഴിവാക്കാൻ യോഗം നിർദ്ദേശിച്ചു. ടൗണിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പെർമിറ്റില്ലാതെ ഓട്ടോകൾ സർവീസ് നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും തീരുമാനമായി. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി. ഉപാധ്യക്ഷൻ കെ രാജേഷ്, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. വാഹനാപകടങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യം പൊതുവെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വാഹന അപകടങ്ങൾ കുറയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ ഒറ്റപ്പാലം ഏരിയയിൽ നടത്തണം എന്ന് ഇന്ന് ചേർന്ന ട്രാഫിക് യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായി. ഒന്ന്, ഈ കണ്ണിയമ്പുറം മേഖലയിൽ രാവിലെ നടക്കുന്ന വണ്ടികളുടെ ഫിറ്റ്നസ് പരിശോധന ടെസ്റ്റ് ഉൾപ്പെടെ ഒരു സമയക്രമീകരണം വരുത്തുന്നതിനും അവിടെ ഒരു ഭാഗത്താക്കി മാത്രം അതിൻ്റെ പ്രവർത്തനം നടത്തുന്നതിനും തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, കിള്ളിക്കാവിലേക്ക്, അതായത് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന ഭാഗത്ത് 2 ഭാഗത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നൊരു സ്ഥിതി, അത് ഗതാഗത കുരുക്കുണ്ടാക്കാൻ ഉണ്ടാകുന്നുണ്ട്. അത് ഒരു വശത്ത് മാത്രം, വലതുവശത്ത് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, സ്കൂളുകളുടെ പരിസരത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഒറ്റപ്പാലം നഗരത്തിനകത്തും ഉൾപ്പെടെ സീബ്ര ലൈനുകൾ ഇപ്പോൾ മാഞ്ഞുപോയിരിക്കുകയാണ്. സീബ്ര ലൈനുകൾ വരയ്ക്കുന്നതിന് വേണ്ടി PWDക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ടൗണിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഹെവി വാഹനങ്ങളിൽ സാധനങ്ങൾ ഇറക്കുന്ന ഒരു സ്ഥിതി, അത് 8 മണി മുതൽ 11 മണി വരെയും 3:30 മണി മുതൽ 7 മണി വരെയും ഒരു ക്രമീകരണം, അത് ആ സമയത്ത് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം. വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ 8 മുതൽ പ്രവർത്തിക്കുന്നു. മൂൺസ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, കിള്ളിമംഗലം, ഊതുവടി. ഫോൺ 8129005144.